പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചനം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കാൻ നമ്മെ സഹായിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. ദൈവത്തിൻ്റെ വേദന നിറഞ്ഞ വാക്കുകളാണ്. ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹമെന്ന കൂദാശയിൽ ഒരുമിച്ച് ചേർത്ത് ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുത്ത് കുടുംബത്തെ അനുഗ്രഹമാക്കുവാൻ ദൈവം ഒരു വലിയൊരു വിളി നൽകുമ്പോൾ അതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ വ്യക്തികൾ നിലപാടുകൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവമാണ് ഈ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവമാണ്. കൗൺസിലിങ്ങിനായിട്ട് അവരുടെ മാതാപിതാക്കൾ വന്നപ്പോൾ അവരുടെ മക്കളുടെ ജീവിതത്തിൽ നടന്ന ഒരു തകർച്ച അവർ വിശദീകരിക്കുകയുണ്ടായി. സംഭവം ഇപ്രകാരമാണ്. മക്കൾ വളർന്നു. ഒരു നല്ല വിവാഹമെന്ന കൂദാശകളിലൂടെ വിവാഹ ബന്ധത്തിൽ അവർ കാലെടുത്ത് വെച്ചു. ആഘോഷമായ വിവാഹ ജീവിതം, എല്ലാവരും സന്തോഷം നൽകിയ ഒരു കുടുംബമായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കുടുംബം, പരസ്പരം ഐക്യപ്പെട്ട കുടുംബം, എല്ലാവരും അസൂയയോടെ നോക്കിയിരുന്ന ഒരു കുടുംബജീവിതമായിരുന്നു ആ മക്കളുടെ ജീവിതം. ഈ മാതാപിതാക്കൾ പറയുകയാണ്, മകന് ചേർന്ന ജീവിത പങ്കാളിയെ തന്നെ ദൈവം ഞങ്ങൾക്ക് നൽകി. വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു അവർ. മകനും ആ മകളും, ജീവിത പങ്കാളിയായി വന്ന ആ മകളും അവരൊരുമിച്ച് പ്രാർത്ഥിച്ച് അവർ സന്തോഷത്തോടെ പോകുകയാണ്. പ്രിയമുള്ളവരെ, നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളുണ്ടായി. പ്രാർത്ഥനയിൽ നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ. നാട്ടിൽ ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ കുറേ നാളുകൾക്ക് ശേഷം വിദേശത്ത് നല്ല ഓഫർ വന്നപ്പോൾ വിദേശ ജോലിക്കായിട്ട് അദ്ദേഹം പോയി. ജീവിത പങ്കാളിയിൽ നിന്ന്, ഈ 2 മക്കളിൽ നിന്ന് അകലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് വേദനിച്ചു. എല്ലാവരും കരഞ്ഞു. ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ പരസ്പരം കണ്ണുനീരോടുകൂടിയാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ഈ മകനെ യാത്രയാക്കുന്നത്. എയർപോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഹൃദയങ്ങൾ വിങ്ങുന്നുണ്ട്. ഇനി എൻ്റെ ജീവിത പങ്കാളിയെ ഇനി ലീവിന് വരുമ്പോഴാണല്ലോ എനിക്ക് അടുത്ത് കിട്ടുക. ആ നൊമ്പരം, അകന്നു പോകുന്നതിൻ്റെ വേദനയൊക്കെ ഈ സഹോദരി അനുഭവിക്കുന്നു. മക്കൾക്ക് വല്ലാത്ത വിഷമം. അപ്പൻ ഇനി നാളുകൾ കഴിഞ്ഞിട്ടല്ലേ ജോലിയൊക്കെ കഴിയുമ്പോൾ ലീവ് കിട്ടുമ്പോൾ നാട്ടിലോട്ട് വരിക. അതിൻ്റെ നൊമ്പരം. അപ്പൻ അതിനേക്കാൾ ദുഃഖം. ഈ ചെറുപ്പക്കാരനായ ഈ മനുഷ്യൻ അതിനേക്കാൾ ദുഃഖം. ജീവിത പങ്കാളിയെയും മക്കളെയൊക്കെ വിട്ട് ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുന്നല്ലോ. പ്രിയമുള്ളവരെ, അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു, വിദേശത്തെത്തി, ജോലിക്ക് പ്രവേശിച്ചു. നാളുകൾ നീങ്ങുമ്പോൾ എല്ലാ ദിവസവും ഓരോ പ്രാവശ്യവും ഫോണിൽ വിളിച്ച് സംസാരിക്കും. ഒരു ദിവസം പോലും മുടങ്ങാതെ ഫോണിൽ സംസാരിക്കും. സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻ്റർനെറ്റും ഒക്കെ സുലഭമായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരി അതും ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിലൂടെയൊക്കെയുള്ള ചില സൗഹൃദങ്ങളിൽ ഈ സഹോദരി അറിയാതെ വഴുതി വീണത്. പെട്ടെന്ന് ഫോണിലൂടെയുള്ള ഈ ഫേസ്ബുക്കിലൂടെയൊക്കെയുള്ള മെസ്സേജുകൾ വിദേശത്തായിരിക്കുന്ന ഈ ജീവിത പങ്കാളി കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു. അദ്ദേഹം വല്ലാതെ നിരാശപ്പെടുന്ന അനുഭവമായി. അദ്ദേഹം വീട്ടിൽ അറിയിച്ചു, വീട്ടിലെ മാതാപിതാക്കളോട് അറിയിച്ചു, സംഭവം ഇങ്ങനെയാണ്. അവൾക്ക് ചില സൗഹൃദങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ കടന്നു വരുന്നു. അതിനെ ചൊല്ലി ചെറിയ തെറ്റിദ്ധാരണകളായി, സംസാരമായി, പ്രിയമുള്ളവരെ വഴക്കായി. മക്കൾ ആ സമയത്തൊക്കെ 6ലും 8ലുമൊക്കെ പഠിക്കുന്ന വയസ്സായി. വിദേശ രാജ്യത്ത് ഈ മനുഷ്യൻ ജോലി ചെയ്ത് മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. മക്കൾ നാട്ടിൽ ഈ ഒരു പഠിത്തത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഫേസ്ബുക്കിലൂടെ പിശാച്
വഴിതെറ്റിക്കുന്ന ചിന്തകൾ കൊടുത്തു. അങ്ങനെ കമൻറ്റൊക്കെ തെറ്റായ കമൻറ്റുകൾ വരെ ആ ഫേസ്ബുക്കിലൂടെ വിടാനായിട്ടിടയായി. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി. വീട്ടിലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല, എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ അവളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുക, അവൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളൊന്നും ഇനി അവൾ അനുഭവിക്കേണ്ട. വാശിയായി, പ്രശ്നമായി, അവസാനം അത് കോടതിയിലെത്തുവാൻ തക്കവിധം കാരണമായി പിരിയേണ്ട അവസ്ഥയിലെത്തി. പ്രിയമുള്ളവരെ, മനോഹരമായി സുഖകരമായി ജീവിച്ച ഒരു കുടുംബ അന്തരീക്ഷത്തെ തകർക്കുവാനായിട്ട് ചില നിലപാടുകൾ കാരണമായി. ഈ ദിനത്തിൽ അനുദിനമുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, കുടുംബത്തിൽ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ വേർപിരിയലിലൂടെ നഷ്ടപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയാതെ ഇന്ന് അനേകർ തകർന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് വഴി വീഴാനായിട്ട് ഇടയാവുകയാണ്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-15 പറയുകയാണ്, എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിൻ്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവളോട് നീ അവിശ്വസ്തത കാണിച്ചു. നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവഭക്തരായ മക്കൾക്ക് സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പ്രിയമുള്ളവരെ, അവിശ്വസ്തതകൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം യോജിപ്പിച്ച കുടുംബം, സ്നേഹത്തിൻ്റെ കുടുംബം, ഐക്യത്തിൻ്റെ കുടുംബം, മക്കൾ, വിശുദ്ധിയിൽ വളരേണ്ട മക്കൾ ഒക്കെ ഇന്ന് വഴിതെറ്റുവാൻ കാരണമാകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവമായിട്ട് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർ ദൈവം സാക്ഷിയാക്കിയിട്ടാണ് നിങ്ങളെ ഒരുമിച്ച് ചേർത്തതെന്ന് തിരിച്ചറിയണം. നീ എടുക്കുന്ന നിലപാട് നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. ഇത് ഇന്ന് ജീവിക്കുന്ന ഈ ഇന്നത്തെ ജീവിതം നയിച്ചാൽ നീ എവിടെ ചെന്ന് അവസാനിക്കും? പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ നിയമം നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പലരും പഴയ നിയമത്തിലെ ഒരു നിയമത്തിലാണോ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകാറുണ്ട്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. നിയമാവർത്തനം 24-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ. ഇന്ന് പലരും ഈ പഴയ നിയമത്തിൽ ജീവിക്കുന്ന ജീവിതം പോലെയാണ്. ഇഷ്ടമില്ലെങ്കിൽ ഉടനെ പിരിയാം, നമുക്ക് ഡിവോഴ്സിന് പോകാമെന്ന് പറയുന്ന ഒരു മനോഭാവം. പഴയ നിയമത്തിൽ ജീവിച്ചാൽ നീ മരണത്തിൽ അവസാനിക്കും. പഴയ നിയമത്തിൽ ജീവിക്കേണ്ട ജീവിതമല്ല കുടുംബജീവിതം. എൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ബന്ധം വേണ്ട എന്ന് പറയുന്ന ഒരു മനോഭാവം, അത് പഴയ നിയമത്തിൻ്റെ മനോഭാവമാണ്, പഴമയുടെ മനോഭാവമാണ്. പഴയ നിയമം നിന്നെ മരണത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്, നിത്യത നിനക്ക് സമ്മാനിക്കില്ല. പുതിയ നിയമത്തിൻ്റെ നിയമം പാലിച്ചാലേ നിനക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകരാനായിട്ട് എന്താണ്? സ്വാർത്ഥത തന്നെയാണ്. ചില എൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പ്രിയമുള്ളവരെ ബന്ധങ്ങൾ അകലാനായിട്ട് കാരണമാകുന്നത്. നിസ്സാര പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത്. ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി ബന്ധങ്ങൾ അടർത്തി മാറ്റുകയാണ്. ഇന്ന് സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ട്, ജോലി ഉള്ളതുകൊണ്ട്, സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഉള്ളതുകൊണ്ടൊക്കെ എനിക്ക് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാമെന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരവും വ്യക്തികളിൽ കടന്നു വരുന്നത് കൊണ്ട് കുടുംബത്തിന് വില കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. കുടുംബജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ക്ഷമിക്കാനും സ്നേഹിക്കാനും വ്യക്തി തയ്യാറാകുന്നില്ല. എല്ലായിടത്തും അവരുടേതായിട്ടുള്ള ഒരു ഈഗോ ക്ലാഷ്. കാരണം ഞാൻ പിടിക്കുന്നത് പിടിയാണ്, എനിക്ക് പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല, എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഇനി ഞാൻ ഒന്നിച്ച് ജീവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, തിരിച്ചറിയണമേ, ദൈവം സാക്ഷിയാക്കി നിങ്ങളെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സറിയാതെ നിങ്ങൾ നിലപാടെടുത്താൽ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ ഇപ്രകാരമാണ്, ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ പ്രിയമുള്ളവരെ, ഉപേക്ഷിച്ചവനെ സ്വീകരിക്കുമ്പോഴും അത് വ്യഭിചാരത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിയണം. ഒരു പെൺകുട്ടിയെ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇഷ്ടമില്ല എന്ന് നീ പുറന്തള്ളിക്കളയുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തെ നീ തകർത്താൽ കർത്താവിൻ്റെ മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും.
ഒരു ജീവിത പങ്കാളിയായി ഒരു ഭർത്താവിനെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ചില കുറവുകൾ പറഞ്ഞ് ആ ഭർത്താവിനെ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് നീ തള്ളിക്കളഞ്ഞിട്ട് നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ നിലപാടെടുത്താൽ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം മക്കളുടെയൊക്കെ ജീവിതം ഇന്ന് ദുരിതമായിക്കൊണ്ടിരിക്കുക. വിവാഹമോചനത്തിൻ്റെ പിന്നാലെ പോകുന്നവർ അവരുടെ തന്നെ സ്വകാര്യത മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായതുകൊണ്ട് എനിക്ക് ഈ ബന്ധം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ? മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും സ്വാർത്ഥത നിറഞ്ഞ ഈ മനസ്സ് മക്കളെക്കുറിച്ച് ചിന്തിക്കാറില്ല. അവർ മക്കളെക്കുറിച്ച് ചിന്തിക്കാറില്ല. മക്കളോട് അല്പം പോലും സ്നേഹമില്ല യഥാർത്ഥത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഒരു വ്യക്തി വിവാഹബന്ധത്തെ മുറിച്ചു മാറ്റുമ്പോൾ ആ വ്യക്തി മക്കളോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. മക്കളെ കൂടെ കൊണ്ട് നടത്തുമായിരിക്കാം, പക്ഷേ നീ യഥാർത്ഥത്തിൽ മക്കളെ സ്നേഹിക്കുന്നില്ല. നിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട അമ്മയുടെ സ്നേഹം നീ നിഷേധിക്കുമ്പോൾ നീ എങ്ങനെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയും? നിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട അപ്പൻ്റെ സ്നേഹം നീ നിഷേധിക്കുമ്പോൾ നീ എങ്ങനെ നിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയും? വാശിയുടെ പേര് പറഞ്ഞ് ജീവിതത്തെ ദുസ്സഹമാക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ ക്ഷമയുടെ കുറവാണെന്ന് നീ തിരിച്ചറിയണം. നിൻ്റെ വിട്ടുകൊടുക്കാനായിട്ടുള്ള മനസ്സില്ലായ്മയുടെ ആ ധാർഷ്ട്യമാണ് ഈ ബന്ധത്തെ തകർക്കുന്നതെന്ന് നീ തിരിച്ചറിയണം. കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാനായിട്ട് തയ്യാറാകണം. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ മനോഹരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ അടുക്കലേക്ക് വന്നിട്ട് വിവാഹമോചനത്തെക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈശോ അവിടെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. പരിസേയർ അടുത്ത് ചെന്നുകൊണ്ട് ഈശോയെ പരീക്ഷിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ കൊടുക്കുന്ന മറുപടിയാണ് 19-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഏതെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളിൽ പറഞ്ഞ് വിവാഹമോചനത്തെ എടുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അത് ദൈവത്തിൻ്റെ മനസ്സിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതാണ്. കാരണം സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആർക്കുമായിട്ട് അടിയറ വയ്ക്കാൻ പറ്റില്ല. ഈ ഒരു അഹങ്കാര ചിന്തയാണ്. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. വിവാഹമെന്നതൊരു വിളിയാണ്. അവിടെ ചില സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ അടിയറ വയ്ക്കേണ്ടി വരും. എൻ്റെ ചില ഇഷ്ടങ്ങൾ, എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങൾ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജീവിത പങ്കാളിയുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഒന്ന് സറണ്ടർ ചെയ്യാനായിട്ടുള്ള മനസ്സില്ലെങ്കിൽ വിവാഹവേദിയിൽ പ്രവേശിക്കാതിരിക്കുക. ആഘോഷമായിട്ട് ആർഭാടമായിട്ട് എന്തിന് വിവാഹവേദിയിൽ കടന്നു വന്നിട്ട് ആ മഹത്വമേറിയ വിളിയെ വൈകൃതമാക്കി വിവാഹമോചനത്തിൻ്റെ പിന്നാലെ ഓടുന്നു? ആദ്യമേ തന്നെ തീരുമാനമെടുത്തുകൂടെയായിരുന്നു? പറയണം, എനിക്ക് പറ്റില്ല, എനിക്ക് ഈ വിളി പറ്റില്ല, അതുകൊണ്ട് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് തീരുമാനമെടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇത് അഹങ്കാര ചിന്തയോടെ ഇതൊരു സ്റ്റാറ്റസാണ്, എല്ലാവരും വിവാഹം കഴിക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളവരും വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഞാനും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഒരു പക്വതയില്ലായ്മയോടുകൂടി തീരുമാനമെടുത്ത് വരുന്നു. മക്കളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ മക്കളെ മറന്ന് നിലപാടുകളെടുക്കുന്ന തരം താഴ്ന്ന ആ വാശിയുടെ തലത്തിൽ വ്യക്തികൾ നിലപാടുകൾ എടുക്കുന്നു. അത് ദൈവത്തിൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ 9-ാം വാക്യം ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വിവാഹ ബന്ധത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ വചനത്തിനായിട്ട് എതിരായി വിവാഹമോചനം പാപമാണെന്നും പരസംഗം കൂടാതെ ഒരിക്കലും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്താൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കണമെന്നും വചനം പഠിപ്പിച്ചിട്ടും എനിക്കിതൊന്നുമല്ല, നിസ്സാര കാര്യം, അവളുടെ വാശി, അവൾക്ക് മാതാപിതാക്കളോടാണ് കൂടുതൽ സ്നേഹം, എന്നോട് വലിയ സ്നേഹമില്ല, അവൻ്റെ മാതാപിതാക്കളോടാണ് സ്നേഹം, അവൻ ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെറിയ നിസ്സാര കാര്യങ്ങൾ, ദേഷ്യ സ്വഭാവം, അല്ലെങ്കിൽ അനുസരണയില്ല എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വിവാഹമോചനത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ തിരിച്ചറിയണം, പ്രിയമുള്ളവരെ, നീ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് നീ പോകുന്നത്. അപ്പോൾ നിനക്ക് എങ്ങനെ സുരക്ഷിതത്വം കിട്ടും? സുരക്ഷിതത്വം തരുന്ന കുടുംബത്തെ തകർത്തിട്ട് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ ആർക്ക് പറ്റും? അത് ആ വ്യക്തിയുടെ തകർച്ചയുടെ തലങ്ങളെ ആ വ്യക്തി തന്നെ കുഴി തോണ്ടുകയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൻ്റെ ആ തലത്തിലേക്ക് കുടുംബജീവിതത്തിലെത്തുമ്പോൾ അവിടെ നിൽക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോ പറഞ്ഞ എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും.
ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞതാണ്, പരസംഗം മൂലം അല്ലെങ്കിൽ വ്യഭിചാരം മൂലമാണ് വിവാഹബന്ധം മുറിച്ചു മാറ്റുന്നതെങ്കിൽ അത് വലിയ പ്രശ്നമില്ല എന്ന് ഒരുപക്ഷെ ഈശോ പറയുന്നുണ്ടെങ്കിലും ഈശോയ്ക്കറിയാം ഇത് പൂർത്തീകരിക്കാനായിട്ട് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പഴയ നിയമത്തിൽ എന്താണ്, ഇഷ്ടമില്ലെങ്കിൽ ഉപേക്ഷപത്രം കൊടുത്ത് വിവാഹമെന്ന ബന്ധത്തെ ഒഴിവാക്കാം. പക്ഷേ ഈശോ അതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുക്കുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിലുടനീളം ഈശോ ആ ഒരു പ്രാകൃത നിയമത്തെ രൂപാന്തരപ്പെടുത്തി അവസാനം പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലേക്ക് ഈശോ കൊണ്ടെത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതം നയിക്കുന്നവർ എടുക്കേണ്ട നിലപാടെന്താണെന്ന് ദൈവവചനത്തിൽ ധ്യാനിച്ച് നിലപാടെടുക്കണം. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 7-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എടുക്കേണ്ട നിലപാട് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ വിവാഹമോചനത്തിനായിട്ട് സാധ്യതയില്ല. അവിടെ വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നത് പോലുമില്ല. കാരണം നിൻ്റെ പങ്കാളി ഒരുപക്ഷെ വീഴ്ച വീണവളാകാം. അവൾ ക്ഷമിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് തയ്യാറാകുമ്പോൾ നീ അവളെ സ്വീകരിക്കണമെന്നാണ് പൗലോസ് ലീഗ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ വിവാഹമോചനങ്ങൾ, വിവാഹ ബന്ധങ്ങൾ മുറിച്ചു മാറ്റേണ്ടതല്ല, കൂട്ടിയിളക്കേണ്ടതാണ്, കൂട്ടി വിളക്കി ചേർക്കേണ്ടതാണ്. കുറവുകൾ പറ്റും, വിഷമതകളുണ്ടാകും. കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോഴും അത് ക്ഷമ ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ടുള്ള മനസ്സ് വേണം. അതല്ലാതെ ഞാനിനി ക്ഷമിക്കില്ല, എനിക്കിനി ഒരിക്കലും അതിനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചാൽ പ്രിയമുള്ളവരെ തകർന്ന അവസ്ഥയിലേക്ക് ബന്ധങ്ങൾ തകർന്നു പോകും. കാരണം മക്കളുടെ ഭാവി നമ്മൾ നോക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും കുടുംബജീവിതം നയിക്കുന്നവർ തയ്യാറാകുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ അവർ വലിയ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിൽ തീരുന്നതല്ലല്ലോ മനുഷ്യജീവിതം. ഈ ലോകത്തിൽ തീരുന്നതാണെങ്കിൽ നിനക്ക് വാശിയും വെറുപ്പും വൈരാഗ്യവും വെച്ചുകൊണ്ട് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, ഇഷ്ടമുള്ള ജീവിതശൈലിയിൽ ജീവിക്കാം. ഇഷ്ടമുള്ള സമയത്ത് നിനക്ക് വേണമെങ്കിൽ വിവാഹബന്ധത്തെ മുറിച്ചു മാറ്റിയിട്ട് വേണമെങ്കിൽ ഈ ലോകത്തിലെ നിയമങ്ങൾ വെച്ചുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മാറാം. പക്ഷേ ഹൃദയമറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ദൈവം നിന്നെ കാത്തിരിക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് അവസാനിക്കുന്നതല്ലല്ലോ ജീവിതം. ഈ ഭൂമിയിൽ വിട്ട് ഭൂമിയോട് തീരുന്നതല്ലല്ലോ മനുഷ്യജീവിതം. വിവാഹമെന്ന കൂദാശയിൽ പ്രവേശിച്ച ഓരോ വ്യക്തിയും തിരിച്ചറിയണം, ഞാൻ എടുത്ത നിലപാട് എന്നെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുമോ? നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിലപാടെടുക്കുവാൻ പ്രിയമുള്ളവരെ കുടുംബ ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് സാധിക്കണം. മക്കളെ നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയണം. മക്കളുടെ ഭാവി തകർത്തിട്ട് കുടുംബജീവിതത്തിൽ സന്തോഷവും സുഖവും അനുഭവിക്കാൻ പറ്റുമോ? ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി മക്കളുടെ ഭാവിയെ നമ്മൾ ഗൗരവമായി എടുക്കാതിരുന്നാൽ കർത്താവ് കണക്ക് ചോദിക്കും. അതുകൊണ്ടാണ് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 4 പറയുകയാണ്, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നീ ഒരു കുടുംബത്തെ തകർക്കാൻ നീ കാരണമായാൽ ദൈവം നിനക്കൊരു വിധി കാത്തുവച്ചിട്ടുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 32, യുവതി തൻ്റെ ആഭരണങ്ങളും മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ദൈവത്തെ മറക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്. ദൈവത്തെ ഗൗരവമായി എടുക്കുന്ന വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, ഒന്ന് ഐക്യത്തിൽ പോകാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ എന്താണ്, ദൈവത്തെ മറക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മനോഭാവങ്ങളിൽ തീരുമാനങ്ങളെടുക്കും. അത് കുടുംബ ബന്ധങ്ങളെ ക്ഷയിപ്പിച്ച് നശിപ്പിച്ച് കളയും. നിയമാവർത്തനം 16:20 പറയുക, നീ ജീവിച്ചിരിക്കുന്നതിന് നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിന് വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക. നീതി പ്രവർത്തിക്കുക, കുടുംബ ബന്ധങ്ങളിൽ നീതി പ്രവർത്തിക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിനോട് നീതി പ്രവർത്തിക്കാൻ കഴിയണം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് നീതി പ്രവർത്തിക്കാൻ കഴിയണം. അതല്ലാതെ മാതാപിതാക്കൾക്ക് മക്കളോട് നീതി പ്രവർത്തിക്കാൻ കഴിയണം. നീതി പ്രവർത്തിക്കാതെ അനീതി പ്രവർത്തിക്കുമ്പോൾ ബന്ധങ്ങൾ തകരും എന്നുള്ളതിന് മാറ്റമില്ലാത്ത സത്യമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ കണ്ണുനീരോടെ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി എന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി എന്നെ നിർബന്ധിക്കുകയാണ്. ഞങ്ങൾക്കൊരു മകനുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ. എന്നിൽ നിന്ന് അവൾ അകറ്റിയിരിക്കുകയാണ് അച്ഛാ. എനിക്ക് മകനെ കാണാൻ ആഗ്രഹമുണ്ട്.
ഞാൻ അവൻ പഠിക്കുന്ന കോളേജിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇവൻ എന്നെ അറിയാതെ, എന്നെ നോക്കാതെ അവൻ കടന്നു പോകുമ്പോൾ എൻ്റെ ചങ്ക് പിളരുന്നുണ്ടച്ചാ, വിഷമമുണ്ടച്ചാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛാ. അവൾ വാശി പിടിക്കുക, അവൾക്കിപ്പോൾ വലിയ ജോലിയുണ്ട്, അവൾ വിദേശ രാജ്യത്ത് നല്ല ജോലിയുണ്ട്, അവൾക്ക് ഒത്തിരി സമ്പാദ്യമുണ്ട്, അതുകൊണ്ട് അവൾക്കിപ്പോൾ എന്നെ ഇപ്പോൾ വേണ്ട എന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യ നാളുകളിൽ അച്ഛാ ചെറിയ കുറവുകൾ വന്നിട്ടുണ്ട്. ഞാൻ അല്പം മദ്യപിക്കുമായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല അച്ഛാ. ചെറുതായിട്ടൊക്കെ ഒന്ന് മദ്യപിക്കും. എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ വിദേശത്തൊക്കെ പോയി ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പണവും സമ്പാദ്യവുമായപ്പോൾ ആ മകനെ എന്നിൽ നിന്ന് അകറ്റി. എൻ്റെ കൂടെയായിരുന്നു ആദ്യ നാളിൽ അവൻ. എന്നാൽ ജോലിയൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മകനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അവനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. അവനിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ, എന്നെക്കുറിച്ചുള്ള കുറവുകൾ, കുറ്റങ്ങൾ അവൾ പറഞ്ഞ് അവൻ എന്നിൽ നിന്നും അകന്നുപോയി ഇരിക്കുകയാണ് അച്ഛാ. എനിക്ക് അവനെ സ്നേഹിക്കണമെന്നുണ്ട്, എനിക്കെൻ്റെ ഭാര്യയുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കണമെന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ സഹോദരൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ആദ്യ നാളിൽ ഒരുപക്ഷെ അദ്ദേഹം യുവത്വത്തിൻ്റെ നാളിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ അല്പം മദ്യപിക്കുമെന്നായിരുന്നു. എന്നാൽ പിന്നെ അത് ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് നല്ല നിലയിൽ അദ്ദേഹം സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് അവനെ ഇഷ്ടമില്ല. അവൾക്കിപ്പോൾ പണമുണ്ട്, സമ്പാദ്യമുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ കുടുംബം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരാണോ? ദൈവത്തിനെതിരായി നിലപാടെടുത്തിട്ട് നീ എന്ത് നേടുന്നു? ദൈവത്തെ ഗൗരവമായി എടുക്കാതെ ദൈവത്തെ മറന്ന് നീ നിലപാടെടുക്കുമ്പോൾ, കുടുംബത്തെ തകർത്തിട്ട് നിലപാടെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? ഈ അടുത്ത ദിവസങ്ങളിൽ 80 വയസ്സുള്ള ഒരു അപ്പനെയും 72 വയസ്സുള്ള ഒരു അമ്മച്ചിയെയും കണ്ടു. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. വാർദ്ധക്യത്തിൻ്റെ മാധുര്യം അവരനുഭവിച്ച് ഒരുമിച്ച് അവർ ജീവിക്കുക. അവർ തിരിഞ്ഞു നോക്കിയിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്. അച്ഛാ, ആദ്യ നാളുകളിൽ ഒത്തിരിയേറെ വിഷമങ്ങളുള്ള ജീവിതമായിരുന്നു. പക്ഷെ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ജീവിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്കെല്ലാം തന്നു. ഇന്ന് മക്കളൊക്കെ വലിയ നിലയിലാണ് അച്ഛാ. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളോട് വലിയ കരുതലും സ്നേഹവുമാണ്. ഇന്ന് ഞങ്ങളുടെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ്. ഒരു ദിവസം പോലും ഞങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ഒരുമിച്ച് ജീവിതം ആരംഭിച്ച നാൾ മുതൽ ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും അച്ഛാ. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അച്ഛാ. ഒരുമിച്ചാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹബന്ധം ഇന്നും ദൃഢമായിരിക്കുന്നു. ഈ പ്രായത്തിലും ആ വിവാഹബന്ധത്തെ മധുരമാക്കുന്നത് ദൈവവുമായുള്ള ബന്ധമാണ്. ദൈവത്തെ ഗൗരവമായി എടുത്താൽ നിൻ്റെ കുടുംബം അനുഗ്രഹമാകും. കുറവുകൾ എന്തോ ആയിക്കൊള്ളട്ടെ, നീ നല്ല തീരുമാനമെടുക്കുക. ദൈവം വെറുക്കുന്ന പാപത്തെ ചെയ്ത് സുരക്ഷിതമായി ഭൂമിയിൽ ജീവിക്കാനാവുകയില്ല. ദൈവം വെറുക്കുന്ന പാപം ചെയ്ത് നീ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് എത്തിച്ചേരാനും ആവുകയില്ല. ഒരു നിമിഷം കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിവാഹമെന്ന കൂദാശയിലൂടെയാണല്ലോ അവിടുന്ന് കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ദൈവഭക്തരായ മക്കൾക്ക് ജന്മം നൽകി കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. കുടുംബത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഗൗരവമായി എടുത്ത് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും വിട്ടുകൊടുക്കുവാനുമുള്ള നല്ല മനോഭാവങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവർക്ക് നൽകുവാൻ അവിടുന്ന് കൃപയുണ്ടാകണമേ. അഹങ്കാരവും വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞ നിലപാടുകൾ, സ്വാർത്ഥത നിറഞ്ഞ നിലപാടുകളെടുത്ത് മക്കളുടെ ജീവിതത്തെ തകർത്തെറിയാതിരിക്കുവാൻ കുടുംബ ബന്ധത്തിൽ ജീവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.